ഹായ്. അപ്പോൾ സെൻ ബുദ്ധിസത്തെ പറ്റി സംസാരിക്കാം. ഈ സെൻ ബുദ്ധിസം എന്ന് പറയുന്നത് പല പേരുകൾ മാറി മാറി വന്നാണ് ഈ സെൻ എന്ന് പറയുന്ന പേര് കിട്ടിയത്. പിന്നെ ചൈനയിലെ ചാൻ ബുദ്ധിസമാണ് ഈ ജാപ്പാനീസിലെത്തിയപ്പോഴത്തേക്കും സെന്നായിട്ട് മാറിയത്. പിന്നെ അതിൻ്റെ ധാതു, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബീജം അത് സെയിമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ബോധിധർമ്മൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ജനിച്ച് വളർന്ന പിന്നീട് ബുദ്ധസന്യാസിയായി മാറിയ ഒരു പല്ലവ രാജാവാണ് ഈ സെൻ ബുദ്ധിസം അല്ലെങ്കിൽ ചാൻ ബുദ്ധിസത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അദ്ദേഹവും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളിൽ ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ബുദ്ധിസത്തിൻ്റെ സെക്റ്റ് അല്ല ഈ സെൻ ബുദ്ധിസം അഥവാ ജാൻ ബുദ്ധിസം. നോക്കൂ, ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ബുദ്ധിസത്തിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലീനിയേജിനെ പറ്റിയൊക്കെ വിശദീകരിച്ച് അതിൻ്റെ ചരിത്രവും ഭാവവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. കൂടുതൽ ഇൻഫർമേഷൻ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളെ പറ്റി മാത്രം പറയാം. ഈ സാസൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷനാണ് ഈ സെൻ ബുദ്ധിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം. അതായത് നമ്മുടെ ഇന്ന് ഈ കാണുന്ന ഈ മിഥ്യാധാരണയിലുള്ള ഈ ഒരു ഇലൂഷനായിട്ടുള്ള റിയാലിറ്റിയെ കട്ട് ത്രൂ ചെയ്യുക, അതായത് അതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു ആയുധമാണ് ഈ സാസൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ. വളരെ സിമ്പിളാണ്. വെറുതെ ഈ ഒരു അർദ്ധപത്മാസനത്തിൽ ഇരുന്ന് ഒന്നും ചെയ്യണ്ട, ഇരുന്നാൽ മതി. അത് തന്നെയാണ് സാസൻ. അർദ്ധപത്മാസനത്തിൽ ഈ അർദ്ധപത്മാസനത്തിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നടുവേദന എടുക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ കംഫർട്ടബിളായി ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു പോസ്റ്ററിൻ്റെ ഉദ്ദേശം. അല്ലാതെ ആ പോസ്റ്റർ എന്ന് പറയുന്നത് ബോധോദയം നേടിത്തരുന്ന അല്ലെങ്കിൽ എന്തോ ദിവ്യമായ ഒരു പോസ്റ്റർ അങ്ങനെയൊന്നുമല്ല. സിംപ്ലി ദ പോയിൻ്റ് ഈസ് ടു സിറ്റ് സിംപ്ലി. അത് തന്നെയാണ്, വെറുതെ ഇരിക്കുക. അതാണ് സാസൻ്റെ പ്രത്യേകത. ഈ സാസന ആദ്യമായി ചെയ്തു തുടങ്ങുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചിലപ്പോൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ ഈ ബ്രത്തിൽ ശ്രദ്ധിക്കും, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കും. ശ്വാസം പയ്യെ വരുന്നതും അതുപോലെ തന്നെ പോകുന്നതും നമ്മൾ ഒരു തരത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. ശ്വാസം വലിച്ചു കയറ്റുകയോ തള്ളിവിടുകയോ ഒന്നും ചെയ്യണ്ട. ശ്വാസം തന്നെത്താനെ വരും, തന്നെത്താനെ പൊക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ വെറുതെ ശ്രദ്ധിച്ചാൽ മതി. അയ്യോ, ഈ ശ്വാസം ഇത്തിരി പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെക്കാലം പയ്യെ പോയോ, അങ്ങനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്വാസം തന്നെത്താനെ വരുന്നു, തന്നെത്താനെ പോകുന്നു. അതിനെ വെറുതെ ഒബ്സർവ് ചെയ്താൽ മതി. ഈ ഒരു പ്രോസസ്സ് തന്നെ ആദ്യം ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടാനാണ് മനസ്സിങ്ങനെ ഈ കുരങ്ങനെ പോലെ ചാടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനൊന്ന് പിടിച്ച് ബേസിക്കായിട്ടൊന്ന് സ്റ്റേബിലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് തന്നെ ചെയ്യേണ്ടത്. അതിനും ധ്യാനവുമായിട്ട് സത്യം പറഞ്ഞ ബന്ധമൊന്നുമില്ല. ഈ സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ശരിയായ ധ്യാനം സംഭവിക്കേണ്ടത്. ശരിയായ ധ്യാനം സ്വാഭാവികമായി സംഭവിക്കണം. അത് സ്വാഭാവികതയാണ് ശരിയായ ധ്യാനം. അതായത് ശരിയായ ധ്യാനം സംഭവിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയോ വെറുതെ ഇരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതല്ല. യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു സെൻ ബുദ്ധിസത്തിൻ്റെ ഒരു പാരഡോക്സ് ഒക്കെ വരുന്നത്. നമുക്ക് ഈ സെൻ ബുദ്ധിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊനാൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി പറയണം. ഈ കൊവാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ കഥകളാണിത്. ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക, കഥകളല്ല കടങ്കഥകൾ. ഇത്തരം കടങ്കഥകൾ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും. എൻ്റെ ആ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് വരിക. അതായത് ഒരു കൈ കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്താണ്? വൺ ഹാൻഡ് ക്ലാപ്പിംഗ് എന്ന് പറയും. അതായത് നമ്മൾ രണ്ട് കൈ തട്ടുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത്. ഒരു കൈ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എന്താണ്? അതൊരു കൊവാനാണ്. അതായത് ഈ സെൻ ബുദ്ധിസത്തിലെ ഇതിന് കൃത്യമായ ഉത്തരം ഈ ചോദ്യം നമ്മളിങ്ങനെ ഈ കടങ്കഥ മനസ്സിലിട്ട് ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയും എന്നാണ് പറയുന്നത്. അതിന് വ്യക്തമായ അല്ലെങ്കിൽ ഗുരുവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം ആ ഒരു ശിഷ്യനിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഒരു സെൻ മാസ്റ്റർ ആ ശിഷ്യൻ എൻലൈറ്റൻഡ് ആയി എന്ന് പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കടങ്കഥകൾ ഈ അനലിറ്റിക്കലായിട്ടുള്ള മൈൻഡ്, അതായത് നമുക്ക് സ്വാഭാവികമായും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ, ഈ മനസ്സിനെ ബ്രേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ലീനിയറായിട്ട് മാത്രം മൂവ് ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനസ്സിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു കടങ്കഥയുടെ ഉദ്ദേശം. ഈ സാസൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞൊക്കെ ഇരിക്കുന്ന മനസ്സിനെ, ഒരു ലീനിയറായിട്ട് മാത്രം മൂവ് ചെയ്യാൻ കഴിയുന്ന മനസ്സിനെ
ബ്രേക്ക് ചെയ്യുകയാണ്. നമ്മൾ ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുമ്പോൾ, മെൻ്റൽ ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അതിന് ശരീരവും നമ്മളൊരു ശരീരം കാമാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സും കാമാവും. കാരണം മൈൻഡ് ബോഡി കണക്ഷൻ അവിടെ ഉണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു ലീനിയർ തിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിലേക്ക് സാസനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാസൻ ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും അതാണ്. നോക്കൂ, ഈ സെൻ ബുദ്ധിസത്തിലെ ചില കഥകളൊക്കെ ഭയങ്കര അത്ഭുതമാണ്. കാരണം സെൻ ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എൻലൈറ്റ്മെൻറ്റ് അഥവാ ബോധോദയം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് മനുഷ്യൻ എത്തുമെന്നാണ് പറയുന്നത്. അതായത് ഇതാ ഈ ഒരു സമയം മതി ബോധോദയം നേടാൻ. ഒരു ശിഷ്യൻ്റെ തലയിൽ ഒരു വടി കൊണ്ട് മാസ്റ്റർ അടിച്ചപ്പോൾ ശിഷ്യൻ മരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ വടി തലയിൽ അടിക്കുന്നതിനും ആ ശിഷ്യൻ മരിക്കുന്നതിനും ഇടയിലുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ശിഷ്യന് ബോധോദയം ലഭിച്ചു എന്നാണ് കഥ. ഞാനൊരു ഉദാഹരണത്തിന് പറയുന്നതാണ് ഈ കഥ. ഇത് ശരിക്കും ഉള്ളൊരു കഥയാണ്. അതുപോലെ പല കഥകളുണ്ട്. അതായത് ഒരു ഇല, ഒരു വാടിക്കരിഞ്ഞു പോയ ഇല പൊഴിഞ്ഞ് തറയിലേക്ക് വീഴുന്നത് കണ്ടാൽ ഒരു സെൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ബോധോദയം ഉണ്ടാവും. അങ്ങനെ ബോധോദയം ഉണ്ടായ ആൾക്കാരുണ്ട്. പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബോധോദയം ഉണ്ടായ ആളുകളുണ്ട്. അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അതായത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു അത്ഭുതത്തിന് വേണ്ടി മനസ്സിനെ പ്രാപ്തിപ്പെടുത്തുന്നതാണ് ഈ സെൻ മെഡിറ്റേഷനും ഈ സാസനും ഈ കോവാൻ എന്ന് പറയുന്ന കടങ്കഥയും മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം. നിങ്ങളൊരു സെൻ ആശ്രമത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ എല്ലാം വളരെ അച്ചടക്കത്തോടു കൂടി അടുക്കും ചിട്ടയോടു കൂടിയായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു നമ്മൾ ഈ ഒരു മണൽ തിട്ടയുണ്ട് ഈ ചില സെൻ മൊണാസ്ട്രികളുടെ ഫ്രണ്ടിൽ. അതിന് ചിലപ്പോൾ ഒരു സെൻ മാസ്റ്റർ ഇങ്ങനെ നിരപ്പാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അതിനൊരു പ്രോസസ്സിൻ്റെ പേര് പറയും, ഇപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അയാൾ രാവിലെ തൊട്ട് രാത്രി വരെ അതായിരിക്കും ചെയ്യുന്നത്. പിറ്റേ ദിവസം എണീച്ചു അയാൾ അതേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അയാൾ വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അയാൾ ഓരോ നിമിഷവും അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടുകൂടി, ബോധത്തോടുകൂടി, പ്രസൻസോടുകൂടി, അവയർനെസ്സോടുകൂടി, മൈൻഡ്ഫുൾനെസ്സോടുകൂടി ചെയ്യും. ഈ ആക്ടിവിറ്റി എല്ലാം ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ്. ഫോർമൽ മെഡിറ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ആ ഒരു മിന്നൽ പിണറ് നമ്മുടെ തലച്ചോറിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പാസ് ചെയ്യുന്ന സെക്കൻഡിലാണ് ശരിക്കും ധ്യാനം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റി സംഭവിക്കുന്നത് ഞാൻ ഈ വിരൽ ഞൊടിച്ച സമയത്തിൻ്റെ 100ൽ 1 നിമിഷം പോലും വേണ്ട അത് സംഭവിക്കാൻ. ഇതുപോലെ വളരെ മനോഹരമായ കൗതുകമുണർത്തുന്ന ഒരുപാട് സെൻ കഥകളും സെൻ കോവാൻസ്, അതായത് സെന്നിലെ നമ്മളെ ബോധോദയം ഉണർത്താൻ സഹായിക്കുന്ന കടങ്കഥകളൊക്കെ ബുക്കിൽ വായിക്കാൻ കിട്ടും. നിങ്ങൾക്കതൊക്കെ വായിച്ച് നോക്കി സ്വയം കണ്ടംപ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം ഒരു ഐഡിയ കിട്ടാം. ഒരു സെൻ മാസ്റ്ററിന് എപ്പോഴാണ് ശരിക്കും ബോധോദയം ഉണ്ടാകുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഒരു സെൻ മാസ്റ്റർ എപ്പോഴും അവെയർ ആയിരിക്കും. അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ സെന്നിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സ്പോണ്ടേനിയസായി ബോധോദയം സംഭവിക്കുന്ന പോലെ തന്നെ ബോധോദയം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു സ്പോണ്ടേനിയസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. അതായത് അവർ പണ്ടത്തേനെ പറ്റിയോ ചിന്തിക്കുകയോ നാളത്തെ പറ്റി പ്ലാൻ ചെയ്യുകയോ ചെയ്യാറില്ല. അവർ ഈ നിമിഷത്തിലാണ്, പ്രസൻറ്റ് മൂമെൻറ്റിൽ കംപ്ലീറ്റ്ലി അവെയറായി ആ ഒരു ശുദ്ധബോധത്തിൻ്റെ പാരമ്യത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻസ് ഉണ്ടാകും. അതായത് എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കും. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ചിന്തിച്ച് അനലൈസ് ചെയ്തല്ലാതെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്, പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നത്? ശരിക്കും ഇത് തന്നെയാണ് സെന്നിൻ്റെ ലോജിക്ക്. പക്ഷെ അവർ വേറൊരു രീതിയിലാണ് പറയുന്നത്. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്ത് അനലൈസ് ചെയ്ത്, ഈ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പഴയ കാര്യമാണ്. കാരണം ചിന്തകളാണ് മനസ്സ്. ചിന്തകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ മനസ്സായിട്ട് കാണുന്നത്. ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ പഴയ എക്സ്പീരിയൻസിൽ നിന്നും പഴയ ഓർമ്മകളിൽ നിന്നും ഉണ്ടാവുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ചിന്തകൾ. ആ ചിന്തയിൽ നിന്ന് പുതുമ ഉണ്ടാവില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഗ്രേസോടുകൂടി ദൈവീകമായ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവണം. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ഞൊടിയിടയിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ
എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആക്ഷൻ സംഭവിക്കണമെങ്കിൽ ടോട്ടൽ സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിലേക്ക് നമ്മൾ മാറണം. നമുക്ക് നിങ്ങളൊരു റോഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വാഹനം നിയന്ത്രണം വിട്ട് നിങ്ങളെ ഇടിക്കാൻ വരികയാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ചാടി മാറും. എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ലെവൽ, നിങ്ങളുടെ റിഫ്ലക്സ് സ്ലോ ആണ്. നിങ്ങളുടെ മനസ്സ് ആ ഒരു ഫ്രഷ്നെസ്സിലല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഡള്ളാണ്. നിങ്ങൾ ആ വണ്ടി വരുന്ന നിമിഷം നിന്ന് ചിന്തിക്കുകയാണ്, അയ്യോ ആ വണ്ടി എൻ്റെ നേർക്കല്ലേ വരുന്നത്, അതെന്നെ ഇടിക്കുമോ, എനിക്ക് അപകടം പറ്റുമോ, ഞാൻ മരിക്കുമോ. ഇത് ചിന്തിച്ച് തീർക്കുന്നതിന് മുമ്പ് വണ്ടി നിങ്ങൾ ഇടിച്ച് കമത്തിയിരിക്കും. ബേസിലി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളപ്പോൾ ഈ ഒരു വണ്ടി ഇടിക്കാൻ വരുമ്പോൾ ചാടി മാറുന്ന നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷനാണ് അവിടെ നടക്കുന്നത്. അതൊരു മൂമെൻ്റ് ഓഫ് സെന്നാണ്. സെൻ സംഭവിക്കുകയാണ്. അതായത് അവിടെ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ. ഒരു സെൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു സെൻ റിയലൈസ്ഡ് പേഴ്സൺ എപ്പോഴും ആ വാഹനം വരുമ്പോൾ ചാടി മാറി ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും വളരെ സ്പോണ്ടേനിയസും ചിന്തയിൽ നിന്നുണ്ടാവാത്തതുമായിരിക്കും. ചിന്തയിൽ നിന്ന് ഉണ്ടാവാത്തതുമായിരിക്കും. അത് നാച്ചുറലായിട്ട് സംഭവിക്കുകയാണ്. ഏതൊരു ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും അതിന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷൻ സംഭവിക്കും. നമ്മുടെ ചിന്തയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ ചിന്തയിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷനെ പറ്റിയല്ല പറയുന്നത്. വളരെ പോസിറ്റീവായിട്ട് പെർഫെക്ഷനോടുകൂടി ദൈവീകമായ ഗ്രേസോടുകൂടി സംഭവിക്കുന്ന ആക്ഷനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ടോട്ടൽ ആക്ഷനാണ് സംഭവിക്കുന്നത്. അതായത് പൂർണ്ണമായ ഒരു ആക്ടിവിറ്റി. പൂർണ്ണതയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പൂർണ്ണമായ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കൂ. യാതൊരു തരത്തിലുള്ള ചിന്തയും മനസ്സിലില്ലെങ്കിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള സഫറിങ്ങോ വേദനയോ വിഷമമോ ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഒരു പീസ്ഫുള്ളായിട്ടുള്ള മനസ്സിൽ ഈ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് സെൻ ബുദ്ധിസം എന്ന് പറഞ്ഞ ഒരു റിലീജിയസ് സെക്റ്റിൽ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുമെങ്കിലും ഇത് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ രമണ മഹർഷി പുള്ളിയുടെ ഒരു സെൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ബുദ്ധ ഹുഡിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റും ഒരു ബുദ്ധ ഫീൽഡ് തന്നെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എല്ലാം ചിന്തയിൽ നിന്നുണ്ടാകുന്നതല്ല. ദേ ആർ ക്ലിയർലി സ്പോണ്ടേനിയസ്. മനസ്സ് പൂർണ്ണമായി നിശ്ചലമായി കഴിയുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി സംഭവിക്കുന്നത്. നമുക്ക് ഒരു സെൻ മാസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് ബീയിങ്ങിനോ ഒക്കെ മനസ്സ് നിശ്ചലമാകുമ്പോൾ ഈ ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ സംഭവിക്കുമെങ്കിലും പിന്നീട് അവർക്കൊരിക്കലും മനസ്സ് റൈസ് ചെയ്യില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് തെറ്റിദ്ധരിക്കരുത്. മനസ്സ് എപ്പോൾ വേണമെങ്കിലും റൈസ് ചെയ്യാം. പക്ഷെ ആ മനസ്സുമായിട്ട് യാതൊരു ഐഡൻറ്റിഫിക്കേഷനും ഇല്ലാതെ അവരുടെ ആക്ടിവിറ്റി ഹാർട്ടിൽ നിന്നായിരിക്കും. സ്പിരിച്വൽ ഹാർട്ടിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ പറ്റിയല്ല പറയുന്നത്. ആ ഒരു സ്പിരിച്വൽ ഹാർട്ടിൽ നിന്നായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് റൈസ് ചെയ്യുന്നത്. സ്പോണ്ടേനിയസ് ആയ ആക്ഷൻ സംഭവിക്കുന്നത് അവിടെ നിന്നായിരിക്കും. അല്ലാതെ അവർ മനസ്സിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അവരുടെ യാതൊരു ആക്ടിവിറ്റിയും. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ മെമ്മറിയിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാകുന്ന മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ആക്ടിവിറ്റി ഒരിക്കലും ഒരു പ്യുവർ ആക്ഷനായി മാറത്തില്ല. അതൊരു റിയാക്ഷനായി മാത്രമേ മാറുള്ളൂ. ഞാൻ ബേസിക് ആയിട്ടുള്ള സെന്നിൻ്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ സെൻ എന്ന് പറയുന്നതിലേക്ക് എനിക്കൊരു 5 മണിക്കൂർ കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നും സംസാരിക്കാതെയും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് സെൻ. സെന്നിൻ്റെ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് സൈലൻസാണ്. പ്യുവർ സൈലൻസിലാണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്യുവർ സൈലൻസിലാണ് ബ്ലിസ് ഉള്ളത്. ഈ നിശബ്ദത, സൈലൻസ് എന്നൊക്കെ പറയും ഈ വാക്കുകൾ ഇന്ന് വളരെ എന്താ പറയുക ആലങ്കാരികമായി ഉപയോഗിച്ച് പോകുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു പ്യൂരിറ്റി നമ്മൾ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് പറഞ്ഞറിയിക്കാനാവില്ല. നോക്കൂ, ഈ നിങ്ങൾക്കൊരു സെൻ സ്റ്റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ വലിയ വലിയ അഭ്യാസങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ സാധിക്കും. നിങ്ങളുടെ വീട്ടിലൊരു ചെടി, ഒരു റോസാ ചെടി ഉണ്ടെങ്കിൽ ഒരു റോസാ പൂവിലേക്ക് നോക്കിയാൽ മതി. ഒരു റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ആ റോസാപ്പൂവിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? അത് വിരിയുന്നു, ഭംഗിയോടുകൂടി നിൽക്കുന്നു, അതിൽ നിന്ന് സുഗന്ധം പരക്കുന്നു, പക്ഷികൾ വരുന്നു, പരാഗണം നടക്കുന്നു, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വരുന്നു, പരാഗണം നടക്കുന്നു. അത് കഴിഞ്ഞ് അത് വാടുന്നു, കരിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, മണ്ണിൽ അലിഞ്ഞ് ചേരുകയാണ്.
അതിന് ചിന്തകളില്ല, അതിന് പരാതികളില്ല, പരിഭവങ്ങളില്ല, ഭാവിയെപ്പറ്റി ചിന്തയില്ല, കഴിഞ്ഞു പോയതിനെപ്പറ്റി ഓർത്ത് സങ്കടമില്ല, ഇനി വരാൻ പോകുന്നതിനെപ്പറ്റി ഓർത്ത് വേവലാതിയില്ല. പ്യുവർ ബ്ലിസ്. അതാണ് ഒരു പൂവിൻ്റെ, വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിൻ്റെ അവസ്ഥ അതാണ്. ആ പൂവിൻ്റെ ജന്മം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാപ്പനിങ് മൂമെൻറ്റ്സ് അതെത്ര പൂർണ്ണതയോടു കൂടിയാണ് ജീവിച്ചു തീർക്കുന്നത്. നമുക്ക് ഒരു റോസാ ചെടിയിൽ തന്നെ ഉണ്ടാകുന്ന പല പൂവുകൾക്കും ചിലപ്പോൾ കളറിൽ തന്നെ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവാം, പല പൂവുകളുടെ ഷേപ്പിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും. എല്ലാ പൂവും ഒരേ ഷേപ്പിൽ ഒരേപോലെ പെർഫെക്റ്റ്ലി ഇരിക്കുന്ന പൂവുകളായിരിക്കില്ല. ചില സിമെട്രിക്കൽ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ സൈസിലും വലിപ്പത്തിലും ചെറുപ്പത്തിലും ഒക്കെ എന്തെങ്കിലും ഒരു മൈക്രോ ലെവലിലെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാൽ പോലും മറ്റൊരു പൂവിനും ഒരേ ചെടി തന്നെയുള്ള രണ്ട് പൂവും സൈസ് വ്യത്യാസവും കളറിൻ്റെ ചെറിയ വ്യത്യാസം എല്ലാം ഉണ്ടാകും. പക്ഷെ രണ്ട് പൂവിനും അതിൻ്റേതായ സൗന്ദര്യവും മനോഹാരിതയും എല്ലാം ഉണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെയാണ്. എല്ലാ ജീവനും അതുപോലൊരു മനോഹാരിത ഉണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതം പോലെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം ആവില്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവിതം പോലെ നിങ്ങൾക്കും ആവാൻ സാധിക്കില്ല. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതമാകുന്ന ഈ പൂവിൽ നിന്നുണ്ടാകുന്ന സുഗന്ധത്തിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ അത് മറ്റതിനേക്കാളും കൂടിയതായിരിക്കാം. കാരണം ഇത് രണ്ട് തരത്തിലാണ്, ഒരിക്കലും കമ്പയറബിൾ അല്ല. നമുക്കൊരു ചക്കയും മാങ്ങയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചക്കയാണ്, മാങ്ങയാണ്. എന്നാൽ നമ്മൾ ചക്കയ്ക്ക് അകത്ത് തന്നെ പല ചക്കകളെയും തമ്മിൽ കമ്പയർ ചെയ്യും. അതേസമയം ഒരേ മരത്തിൽ നിന്നുണ്ടാകുന്ന ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ചക്കയ്ക്കും നല്ല മധുരം, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ നല്ല മധുരവും അൾട്ടിമേറ്റ് റിയാലിറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലിസ് സ്റ്റേറ്റ് ഒന്ന് തന്നെ ആയിരിക്കും. ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത് ചക്കയൊക്കെ വെച്ച്. ചക്കയ്ക്ക് കോൺഷ്യസ്നെസ് ഉള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സെൻ സ്റ്റേറ്റിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് പ്യുവർ അവെയർനെസ്സാണ്. പ്യുവറായിട്ടുള്ള ബോധം, ശുദ്ധബോധം അല്ലെങ്കിൽ ശ്രദ്ധ നിങ്ങളെ എല്ലാ ആക്ടിവിറ്റീസിലും കൊണ്ടുവരിക. പാസ്റ്റിനെ പറ്റിയും ചിന്തിക്കുന്നില്ല, ഫ്യൂച്ചറിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. അപ്പോൾ ചിന്തിക്കാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സേ അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ സ്റ്റേറ്റിലാണ്, നിങ്ങൾ ഓൾറെഡി സെൻ സ്റ്റേറ്റിലാണ്. ആ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യത്തിലും ഒരു ഭംഗിയുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഒരു ഭംഗിയുണ്ടാകും. ആ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതവും ഒരു വിരിഞ്ഞ് നിൽക്കുന്ന പൂവായിട്ട് മാറും. നിങ്ങൾ ആ പൂവിലേക്ക് വണ്ടുകളും ചിത്രശലഭങ്ങളും അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന പോലെ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ അത്ര മനോഹാരിതയുള്ള, അതിൽ ഏറ്റവും പ്രധാനം ഒരു പൂ ഒരിക്കലും ഒരു വ്യക്തി വന്നിട്ട് ആ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭംഗി മറ്റൊരാൾ വന്ന് ആസ്വദിച്ച് വാലിഡേറ്റ് ചെയ്ത് തരണമെന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് ഒരു പൂവിന് ഭംഗിയോടുകൂടി വിരിഞ്ഞു നിൽക്കാൻ ഒരാൾ വന്ന് ആ പൂവിനെ അഡ്മയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആരും ആ പൂവിനെ കണ്ടില്ലെങ്കിൽ പോലും ഒരു കാട്ടിലാണ് ആ പൂ വിരിഞ്ഞു നിൽക്കുന്നതെങ്കിലും ആ പൂവിന് ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു മരുഭൂമിയുടെ നടുക്കാണ് ആ പൂ വിരിയുന്നതെങ്കിൽ പോലും തേൻ കുടിക്കാനോ അല്ലെങ്കിൽ പരാഗണം ചെയ്യാനോ ഉള്ള ചിത്രശലഭമോ വണ്ടോ ആ പൂവിനെ തേടി വരും. അതാണ് പ്രകൃതിയുടെ നിയമം, അതാണ് പ്രപഞ്ചത്തിൻ്റെ താളം. അങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു ശുദ്ധബോധമാകുന്ന ആ ഒരു മനോഹാരിത വിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ, ഈ വണ്ടുകളും ഈ ചിത്രശലഭങ്ങളൊക്കെ ഒഴുകിയെത്തും. അതിൽ യാതൊരു അത്ഭുതവും നിങ്ങൾക്ക് വേണ്ട, കാരണം അത് സംഭവിക്കേണ്ട കാര്യമാണ്. പ്യുവർ കോൺഷ്യസ്നെസ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അവിടത്തേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഈ സെൻ മാസ്റ്റേഴ്സാണ്. എന്നെ സംബന്ധിച്ച് ഓഷോ പോലും ഒരു സെൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും ഈ മറ്റ് പല സെൻ മാസ്റ്റേഴ്സ്, ഇപ്പം തിച്ച് നത്ത് ഖാനെ പോലെയുള്ള സെൻ മാസ്റ്റേഴ്സിൻ്റെ അടുത്തും ആളുകൾ ഒഴുകിയെത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്യുവർ കോൺഷ്യസ്നെസ്സിലാണ്, പ്യുവർ അവെയർനെസ്സിലാണ്, ശുദ്ധബോധത്തിലാണ്. ആ ശുദ്ധബോധത്തിന് ചുറ്റും ഉണ്ടാകുന്ന ആ ബുദ്ധ ഫീൽഡിൽ ആളുകൾക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. അത് അനുഭവിക്കാനാണ് ആളുകൾ ഓടി വരുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പണമായാലും ലഹരിയായാലും കാമമായാലും ഇതെല്ലാം തേടിപ്പോകുന്ന മനുഷ്യൻ ഇതെല്ലാം തേടുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ ഉള്ളിലൊരു എംപ്റ്റി സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ എംപ്റ്റി സ്പേസ് ഫില്ല് ചെയ്യുമ്പോൾ അവന് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ശരിക്കും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലത്തേക്ക് വേണ്ടി ചിലപ്പോൾ ഈ പറയുന്ന കാമമൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും, ഒരു പൂർണ്ണത പോലെ ഫീൽ ചെയ്യിക്കും. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് അതങ്ങ് പാസ് ചെയ്ത് പോകും.
തിരിച്ച് നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും എം ടി ആയി കഴിഞ്ഞു. അതിന് പൂർണ്ണമായ ഒരു ഫില്ലിംഗ് ഉണ്ടാവണമെങ്കിൽ, ആ വിടവ് എന്നേക്കുമായി നികത്തി ആ ഒരു പൂർണ്ണത എപ്പോഴും എവിടെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിൽ, പ്യുവർ അവയർനെസ്സിലെത്തണം. അതിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പം, എനിക്കൊന്ന് ഒരു മതം, ഒരു ഒരു റിലീജിയസ് സെക്റ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇതാണ് ശരി, ഇതാണ് സത്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സെൻ ബുദ്ധിസത്തിലാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അത് വെറും ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക്കലി ഉപയോഗിക്കുന്ന റിലീജിയനായി മാത്രം നിങ്ങൾ കാണുകയും അങ്ങനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗമില്ല. അതേസമയം സെന്നിൻ്റെ റിയാലിറ്റി തിരിച്ചറിയുന്നവന് ഇവിടെ സത്യം ഈ നിമിഷം അറിയാൻ സാധിക്കും. ഒരു സെൻ മാസ്റ്ററിന് ഒരു വ്യക്തിയെ കണ്ട് അവൻ്റെ സെൻ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ സെൻ മാസ്റ്റർ ആ വ്യക്തിയുടെ കവാലത്തിൽ ഒരു ഒറ്റ അടി കൊടുത്താൽ അവിടെ എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇത് ആ സെന്നിൻ്റെ ആ ഒരു വിയേർഡ്നെസ്സിൻ്റെ കൺസെപ്റ്റുകൾ പറയാനാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ കവാടത്തിൽ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധോദയം ഉണ്ടാകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരുതരം സെൻ പ്രാവർത്തികമാക്കലും എൻലൈറ്റ്മെൻറ്റിൽ നിന്ന് ആക്ട് ചെയ്യുന്നതിന് തുല്യവുമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയി സ്പോണ്ടേനിയസ് ആയി ആക്ഷൻ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് സംഭവിക്കുന്നതാണത്. യു ആർ ഓൾറെഡി ദെയർ. എനിവേ, ഒരു കാര്യം കൂടെ പറയാം. പ്യുവർ അവയർനെസ്സിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പ്യുവർ അവയർനെസ്സിൽ ഈ കാര്യം ചെയ്യുകയാണെന്നുള്ള ചിന്തയല്ല വേണ്ടത്. ഒരു ഇല ഒരു മരത്തിൽ നിന്ന് വീഴുമ്പോൾ ആ ഇല മരത്തിൽ നിന്ന് വീഴുന്നു, ഞാനിതിനെപ്പറ്റി അവെയറാവുകയാണ് എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ജസ്റ്റ് വാച്ച് ഇറ്റ്. വെറുതെ കാണുക, ചിന്തിക്കണ്ട, അനലൈസ് ചെയ്യണ്ട, നല്ല ഇലയാണോ ചീത്ത ഇലയാണോ നോക്കണ്ട, താഴേക്കാണോ വീഴുന്നത്, താഴെ വീണാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കണ്ട, കണ്ടാൽ മതി. വെറുതെ ജസ്റ്റ് വാച്ച് ചെയ്യുക, ജസ്റ്റ് കണ്ടാൽ മതി. അതാണ് സെൻ. താങ്ക് യു.